ഹലോ, വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നമ്മളെ വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന പഴവും അതുപോലെ മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. ബനാന കേക്കാണ് കേട്ടോ ഞാനിവിടെ ചെയ്തെടുക്കാൻ പോകുന്നത്. നമുക്കെങ്ങനെയാണ് ബനാന കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് തൊലി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഞാനിവിടെ ഇതിനെ 4 ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നീളത്തിൽ. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഇതാ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു ബൗളെടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ട ഉടച്ച് വെക്കാം. ഞാനിവിടെ 2 പഴത്തിനാണ് കേട്ടോ 4 മുട്ട എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായ് പൊടിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിത് ഇവിടെ ഫ്രഷ് ആയിട്ട് തന്നെ ഏലക്കായ് പൊടിച്ചിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യാനുസരണം മധുരം ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതാ പൊടിച്ച് വെച്ച ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. എന്നാൽ നമ്മളെ ബനാന കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ എല്ലാം കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നേരത്തെ അരിഞ്ഞ് വെച്ച ആ പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വേണം കേട്ടോ അടിച്ചെടുക്കാൻ. അങ്ങനെ ഇതാ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് നമുക്കിതാ 1 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തെടുക്കാം. അങ്ങനെ ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇനി ഈ ഗീയിൽ തന്നെ നമുക്ക് കുറച്ച് പഴവും കൂടി ഇട്ട് വാട്ടിയെടുക്കാം. ഇത് നമുക്ക് നേരത്തെ അടിച്ചു വെച്ച മിക്സിയിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ. എന്നാൽ ആ മിക്സിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് കടിക്കുമ്പം തന്നെ നല്ല സ്വാദായിരിക്കും. ഇങ്ങനെ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഇതാ പഴം നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് പഴമിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ലേശം ഗീ തടവിയിട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ കുത്തി കൊടുക്കാം. പഴമൊക്കെ എല്ലാ ഭാഗത്തും മിക്സാക്കി എടുക്കാം. ഇനി ഇതാ ഞാനിവിടെ അടിയിലൊരു തളിക വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ അടിയിൽ പിടിക്കൂല കേട്ടോ ഇത്. അങ്ങനെ ഞാനിതാ അടച്ച് വെച്ചൊരു 20 മിനിറ്റ്സ് ഇതിനെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇത് കുറച്ചായി കഴിയുമ്പോഴേക്ക് നമുക്കിതാ ഇതിലേക്ക് നേരത്തെ കോരി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും മേലെ വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ വെച്ച് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ആദ്യം തന്നെ വെച്ച് കൊടുത്താൽ അത് അടിയിലേക്ക് പോകും. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചായി കഴിയുമ്പോൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മളെ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലത്തുള്ള വ്യത്യസ്തമായ റെസിപ്പിയുമായി വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.